നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നിലമ്പൂരിൽ വമ്പൻ കളികൾ ഇറക്കുകയാണ് PV അൻവർ. CPM-നും UDF-നും തലവേദനയായി മാറിക്കൊണ്ടിരിക്കുകയാണ് അൻവറിന്റെ സ്ഥാനാർത്ഥിത്വം. ഇപ്പോൾ ഭീഷണിയുടെ സ്വരവും അതുപോലെ തന്നെ ബ്ലാക്ക് മെയിലിംഗും ഒക്കെയാണ് അൻവർ പുറത്തെടുക്കുന്നത്. എനിക്കെതിരെ ഇടത് വലത് നേതാക്കൾ എന്തെങ്കിലും അനാവശ്യം പറഞ്ഞു നടന്നാൽ ഇടത് വലത് നേതാക്കളുടെ തനിക്കൊണങ്ങൾ കാണിക്കുന്ന പല രഹസ്യങ്ങളും എൻ്റെ ഫോണിലുണ്ടെന്നും ഇതെല്ലാം നിലമ്പൂരിലെ അങ്ങാടിയിൽ TV വെച്ച് കാണിക്കും എന്നാണ് അൻവർ ഇപ്പോൾ വെല്ലുവിളി നടത്തിയിരിക്കുന്നത്. CPM-ന്റെ പല രഹസ്യങ്ങളും അൻവറിന് കൃത്യമായി അറിയാം. പിണറായി വിജയനുമായി ബന്ധപ്പെട്ടതും റിയാസിന്റെ കാര്യങ്ങളും ഏകദേശം എല്ലാം തന്നെ അൻവറിന്റെ കൈകളിൽ ഭദ്രമാണ് അതിന്റെ തെളിവുകൾ. അതുപോലെ തന്നെയാണ് വലത് നേതാക്കളും രക്ഷപ്പെട്ടു എന്ന് കരുതണ്ട, എല്ലാവരെയും പൂട്ടാനുള്ള വകുപ്പ് എൻ്റെ കയ്യിൽ ഉണ്ട് എന്ന് അൻവർ പറയുമ്പോൾ ഇടതു വലതിന് ഇപ്പോൾ വിറയൽ തുടങ്ങിയിട്ടുണ്ട്. വാപോയ കോടാലിയാണ് അൻവർ, എന്തും വിളിച്ചു പറയാം. വിളിച്ചു പറയുന്നത് ചിലപ്പോൾ കഴമ്പുള്ള കാര്യങ്ങൾ തന്നെ ആയിരിക്കാം. തെളിവുണ്ടെങ്കിൽ കാര്യങ്ങൾ തീർന്നു. അതുകൊണ്ട് ഇനിയിപ്പോൾ അൻവറിനെ ഒതുക്കാൻ എന്ത് ചെയ്യണം എന്നുള്ള ചർച്ചകളിലേക്ക് കടന്നിരിക്കുകയാണ് ഇടതു വലത് സംഘം. നേതാക്കൾ കാട്ടിക്കൂട്ടിയ പലതിൻ്റെയും തെളിവ് കയ്യിലുണ്ട് എന്നും വേണ്ടി വന്നാൽ അതെല്ലാം നിലമ്പൂരിലെ ജനങ്ങളെ ഞാനങ്ങ് കാണിക്കും എന്ന് അൻവർ വെല്ലുവിളിക്കുമ്പോൾ എന്തൊക്കെയോ അതിലുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. നവകേരള സദസ്സിന്റെ പേരിൽ മന്ത്രി മുഹമ്മദ് റിയാസ് കോടികൾ പിരിച്ചുവെന്നും PV അൻവർ ആരോപണത്തിന്റെ കെട്ടഴിച്ചിട്ടുണ്ട്. ഇത് ട്രെയിലർ മാത്രമാണെന്നും പിക്ചർ അഭി ബാക്കി ഹേ എന്നൊക്കെയാണ് അൻവർ വെച്ച് അലക്കിയിരിക്കുന്നത്. മുഹമ്മദ് റിയാസ് ഭീഷണിപ്പെടുത്തി പണം വാങ്ങിക്കൂട്ടി. കരാറുകാരെ ഭീഷണിപ്പെടുത്തുന്ന ശബ്ദരേഖ തന്റെ കൈവശമുണ്ടെന്നും അൻവർ വ്യക്തമാക്കുന്നു. താൻ വ്യക്തിഹത്യ നടത്താനല്ല തെരഞ്ഞെടുപ്പിലേക്ക് ഇറങ്ങുന്നതെന്ന് PV അൻവർ പറയുന്നു. മുഖ്യമന്ത്രിക്ക് നാളെ നിലമ്പൂരിൽ മറുപടി നൽകുമെന്നും PV അൻവർ വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പുതിയ രാഷ്ട്രീയ മുന്നണിയും രൂപീകരിച്ചതായി അൻവറിന്റെ പ്രഖ്യാപനം വന്നിട്ടുണ്ട്. ജനകീയ പ്രതിപക്ഷ പ്രതിരോധ മുന്നണി എന്ന പേരിലാണ് പുതിയ മുന്നണി രൂപീകരിച്ചിരിക്കുന്നത്. തൃണമൂൽ കോൺഗ്രസിന്റെ പിന്തുണയോടെയാണ് മുന്നണി. ഇത് മാത്രമല്ല, ആം ആദ്മിയെ കൂടി ചേർത്ത് നിർത്താനുള്ള ഒരു നീക്കത്തിലേക്ക് അൻവർ കടക്കുന്നു എന്നുള്ള വിവരങ്ങളുമുണ്ട്. നിരവധി ചെറുകിട സംഘടനകളുടെ ആവശ്യമായിരുന്നു ഒരു മുന്നണി രൂപീകരിക്കുക എന്നത്. അവരുടെ താൽപര്യപ്രകാരമാണ് ഒരു മുന്നണിയുടെ കീഴിൽ മത്സരിക്കുക എന്ന തീരുമാനമുണ്ടായത്. നിലമ്പൂരിൽ ഉയർത്തുന്ന രാഷ്ട്രീയ മുദ്രാവാക്യം ജനകീയ പ്രതിപക്ഷ പ്രതിരോധ മുന്നണിയുടേതായിരിക്കുമെന്നും അൻവർ പറഞ്ഞു. ആദ്യം പാർട്ടി ചിഹ്നം, അത് ലഭിച്ചില്ലെങ്കിൽ സ്വതന്ത്ര ചിഹ്നത്തിൽ മത്സരിക്കുമെന്ന് PV അൻവർ പറഞ്ഞു. VD സതീശന്റെ മനസ്സിലും ശരീരത്തിലും അഹങ്കാരമാണ്. അദ്ദേഹം മുഖ്യമന്ത്രിയാകുമ്പോൾ കൈപൊന്തിക്കാനുള്ള ആളുകൾക്ക് മാത്രമാകും കേരളത്തിൽ സീറ്റ് ലഭിക്കുക എന്ന് PV അൻവർ രൂക്ഷ വിമർശനം ഉന്നയിച്ചു. VD സതീശൻ ഇന്നെടുത്തുകൊണ്ടിരിക്കുന്ന നിലപാട് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയുണ്ടാക്കുമെന്നും അൻവർ ഓർമ്മിപ്പിച്ചു. എന്തുകൊണ്ട് VS ജോയിയെ മാറ്റി? ജോയി സതീശന്റെ ഗ്രൂപ്പിലല്ല. 2026 വീണ്ടും സീറ്റിന് അവകാശവാദം ഉന്നയിക്കും. ജോയി VD സതീശന് വേണ്ടി കൈപൊക്കില്ലെന്ന് അൻവർ പറഞ്ഞു. താൻ ഉയർത്തിയ പിണറായിസം, മരുമോനിസം, കുടുംബാധിപത്യം എന്നിവ ജനങ്ങൾ കൃത്യമായി മനസ്സിലാക്കുമെന്ന് അൻവർ ആവർത്തിച്ചു. ഇപ്പോൾ തന്നെ വ്യക്തിഹത്യ നടത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിനെ പ്രതിരോധിക്കുമെന്നും അൻവർ പറഞ്ഞു. വ്യക്തിഹത്യ നടത്തുന്നത് മുഹമ്മദ് റിയാസിന്റെയും ആര്യാടൻ ഷൗക്കത്തിന്റെയും നേതൃത്വത്തിലാണെന്നും അൻവർ ആരോപിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിലിനെ വിളിച്ചു വരുത്തിയതല്ല എന്ന് PV അൻവർ പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിലിനെ വെട്ടലാണ് കോൺഗ്രസിന്റെ അടുത്ത പണി. ഷാഫി എന്തിനാണ് കളവ് പറയുന്നത്? രാഹുലിനെ ഷാഫിക്ക് വെട്ടണം, അതിനാണ് ഈ നാടകം കളിക്കുന്നതെന്നും അൻവർ ആരോപിച്ചു. മുഖ്യമന്ത്രിയുടെ കറിവേപ്പില പരാമർശത്തിൽ മറുപടി നൽകിയ അൻവർ തന്നെ UDF കറിവേപ്പിലയാക്കിയെന്ന് മുഖ്യമന്ത്രിക്ക് നേരത്തെ ആര് വിവരം നൽകിയെന്നും ചോദിച്ചു. VD സതീശൻ പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ മുഖ്യമന്ത്രി ഇക്കാര്യം പറയുന്നു. അതെങ്ങനെ നടന്നുവെന്നും അൻവർ ചോദിച്ചു. പുതിയ മുന്നണിയുമായാണ് അൻവർ നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. നിലമ്പൂരിലെ ജനത ഒപ്പം നിൽക്കുമെന്നും സർക്കാരിൻ്റെ ധൂർത്തിനെയും അഴിമതികളെയും മടുത്തു തന്നെയാണ് ജനങ്ങൾ ഇരിക്കുന്നതെന്നും അതെല്ലാം നിലമ്പൂരിൽ പ്രതിഫലിക്കുമെന്നും അൻവർ പറഞ്ഞു വയ്ക്കുന്നു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന് അൻവർ കഴിഞ്ഞ ദിവസം അറിയിച്ചതിന് പിന്നാലെ തൃണമൂൽ കോൺഗ്രസ് ദേശീയ നേതൃത്വം അദ്ദേഹത്തിന്റെ പേര് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരുന്നു. മന്ത്രി മുഹമ്മദ് റിയാസിനെതിരെ അൻവർ ആരോപണം ഉന്നയിച്ചതോടെ റിയാസ് പക്ഷം ഇപ്പോൾ അൻവറിനെ കൊത്തിപ്പറിക്കാൻ സോഷ്യൽ മീഡിയയിൽ ഇറങ്ങിയിട്ടുണ്ട്. നവകേരള സദസ്സിന്റെ മറവിൽ കോടികളാണ് റിയാസ് പോക്കറ്റിലാക്കിയത് എന്ന് അൻവർ പറഞ്ഞു വെക്കുമ്പോൾ സർക്കാർ ഇപ്പോഴും നവകേരള സദസ്സ് ജനകീയ സർക്കാരിന്റെ മുഖം എന്നൊക്കെ വെച്ചലക്കുകയാണ്. എന്നാൽ ജനകീയ സർക്കാരിന്റെ മുഖമല്ല അത്, മരുമോന്റെ അഴിമതിയുടെ മുഖം മാത്രമായിരുന്നു എന്ന് അൻവർ പറഞ്ഞു വെക്കുമ്പോൾ അതത്ര ചെറിയ വിഷയമല്ല.
ഇത് പ്രതിപക്ഷം ഏറ്റെടുക്കുമോ എന്നുള്ളത് മറ്റൊരു ചോദ്യമാണ്. എന്തായാലും നവകേരള സദസ്സിന്റെ മറവിൽ നടന്നിരിക്കുന്നതിൻ്റെ വിവരങ്ങൾ അൻവർ കൂടുതൽ പുറത്തേക്ക് വിളമ്പിയാൽ അത് CPM-നെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടി ഉണ്ടാക്കും. അൻവറിന്റെ വായടപ്പിക്കേണ്ടത് ഇപ്പോൾ ഇടതിന്റെ വലിയ ആവശ്യമായി മാറിയിരിക്കുകയാണ്. മുഖ്യമന്ത്രിയും VD സതീശനും തമ്മിൽ ഒരു ബന്ധമുണ്ട്. എന്നാൽ പുറമേ കാണുമ്പോൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പോരടിക്കുന്നവരും തെറി വിളിക്കുന്നവരുമാണ്. എന്നാൽ അതൊന്നുമല്ല സത്യാവസ്ഥയെന്നും രണ്ടുപേരും ഭായിമാരാണ് എന്നും അൻവർ പറഞ്ഞു വെക്കുകയാണ്. തന്നെ മുന്നണിയിലെടുത്താൽ പറവൂരിൽ തോൽക്കുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് VD സതീശനെ ഒരു ദൂതൻ വഴി കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് തന്നെ മുന്നണിയിൽ എടുക്കാത്തതെന്നും അൻവർ കൂട്ടിച്ചേർത്തു. അതായത് പിണറായി വിജയൻ പറയുന്നത് കൊണ്ടാണ് അൻവറിനെ UDF-ൽ എടുക്കാത്തത് എന്നാണ് ഇപ്പോൾ അൻവർ തന്നെ പറഞ്ഞു വയ്ക്കുന്നത്. PV അൻവർ ഇങ്ങനെ ഓരോന്ന് വിളിച്ചു പറയാൻ തുടങ്ങിയതോടുകൂടി തന്നെ കോൺഗ്രസിലും UDF-ലും വലിയ ചേരിതിരിവ് ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ്. അൻവർ വിഷയത്തിൽ കുറച്ചുകൂടി ചർച്ചകൾ വേണ്ടിയിരുന്നുവെന്നും അൻവറിനെ പിണക്കേണ്ടതില്ലായിരുന്നു എന്നുമുള്ള ആവശ്യങ്ങളാണ് ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. അൻവർ വിഷയം കൈകാര്യം ചെയ്തതിൽ UDF-നുള്ളിലെ അതൃപ്തി പ്രകടമാക്കുകയാണ് മുസ്ലിം ലീഗ്. അൻവറിനെ കൂടെ നിർത്തി മുന്നോട്ട് പോകണമെന്നാണ് ലീഗ് ആഗ്രഹിച്ചിരുന്നതെന്ന് മുതിർന്ന നേതാവും വള്ളിക്കുന്ന് MLA-യുമായ P. അബ്ദുൾ ഹമീദ് പറഞ്ഞു. കഴിഞ്ഞ ദിവസം ചേർന്ന യോഗത്തിൽ സതീശൻ ഇക്കാര്യത്തിൽ അനാവശ്യ വാശി കാണിച്ചെന്ന് ലീഗ് വിമർശിച്ചതിന് പിന്നാലെയാണ് MLA കോൺഗ്രസിനെ പരസ്യമായി തള്ളിപ്പറഞ്ഞത്. അൻവറിന്റെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കാൻ UDF ഇടപെടണമെന്ന് അബ്ദുൾ ഹമീദ് പറഞ്ഞു. നിലമ്പൂരിൽ ജയിക്കൽ ലീഗിന്റെ മാത്രം ഉത്തരവാദിത്തമല്ല, UDF-ന്റെ രാഷ്ട്രീയം തന്നെയാണ് അൻവറിന്റെയും രാഷ്ട്രീയം. അൻവറിനെ കൂടെ നിർത്തി മുന്നോട്ട് പോകണമെന്നാണ് ലീഗ് ആഗ്രഹിച്ചിരുന്നത്. അതിനായി ശ്രമിക്കുകയും ചെയ്തു. അൻവർ ഇപ്പോഴും ഒരടഞ്ഞ അധ്യായമല്ല. നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചാലും പിൻവലിക്കാൻ സമയമുണ്ട്. UDF നേതൃത്വം പുതിയ സാഹചര്യം മനസ്സിലാക്കി അതിന് മുൻകൈയെടുക്കണമെന്നും ഹമീദ് പറഞ്ഞു. ലീഗിന് വർദ്ധിത സ്വാധീനമുള്ള ജില്ലയാണ് മലപ്പുറം. അൻവർ രാജി കൊടുത്ത ഉടൻ തന്നെ ഉപതെരഞ്ഞെടുപ്പിന് തയ്യാറായ പാർട്ടിയാണ് ലീഗ്. അൻവറിനെ കൂടെ കൂട്ടാൻ പാണക്കാട് സയ്യിദ് സാദിഖ് അലി തങ്ങളും PK കുഞ്ഞാലിക്കുട്ടിയും വലിയ സമയം ചെലവഴിച്ചിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിന് കളമൊരുക്കിയത് തന്നെ അൻവറാണ്. അൻവർ ഇപ്പോഴും പിണറായിക്കെതിരായ യുദ്ധമുഖത്തുണ്ട്. അൻവർ ന്യായമായ എന്താവശ്യം ഉന്നയിച്ചാലും പരിഗണിക്കുമെന്നും ഹമീദ് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. PV അൻവറിനെ അനുനയിപ്പിക്കാൻ VD സതീശൻ ശ്രമിച്ചില്ലെന്നും അനാവശ്യ വാശി ഇക്കാര്യത്തിൽ അദ്ദേഹം കാണിച്ചെന്നും ആരോപിച്ച് കഴിഞ്ഞ ദിവസം മുസ്ലിം ലീഗ് രംഗത്തെത്തിയിരുന്നു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ചുമതലയുള്ള മുസ്ലിം ലീഗ് നേതാക്കളുടെ യോഗത്തിലായിരുന്നു വിമർശനം. കോൺഗ്രസ് നേതൃത്വം വിഷയം വഷളാക്കി. അൻവർ മത്സരിച്ചാലും മണ്ഡലത്തിൽ UDF-ന് വിജയ സാധ്യതയുണ്ടെന്നും യോഗത്തിൽ വിലയിരുത്തലുണ്ടായി. അതേസമയം പോസിറ്റീവായിട്ടുള്ള അഭിപ്രായങ്ങളും ചർച്ചകളുമാണ് യോഗത്തിൽ ഉണ്ടായത് എന്ന് കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചിരുന്നു. എന്തായാലും അൻവർ വിഷയത്തിൽ വലതുപക്ഷത്ത് ഒരു പൊട്ടിത്തെറി നടന്നിട്ടുണ്ട് എന്നുള്ളത് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാകുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.